കണ്ണൂരിൽ നിന്നാണ്, സ്പീക്കറാണ് കേട്ടോ അമ്മ. ഇടപെടുന്ന കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. നമ്മുടെ ഷംസീറിന്റെ വാക്കുകളാണ് ഈ കാണുന്നത് അല്ലെ കേൾക്കുന്നത്. മറ്റൊന്നുമല്ല, നിതിൻ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ, ആ പിഞ്ചു പയ്യൻ, അവനെ ഒരു ജാതി എന്ന് പറഞ്ഞ രീതിയിൽ അവനെ കളിയാക്കി അവനെ ഒരു അധ്യാപകൻ കൊന്നതാണ്. ആ വീട്ടിൽ ചെന്നിട്ടാണ് ഈ തെമ്മാടി അവിടെ പോയിരുന്ന് പറയുന്നത് ഞാൻ സ്പീക്കറാണെന്ന്. ആ അമ്മ മകൻ പോയ വേദനയിൽ ചങ്ക് പൊട്ടിയിരിക്കുന്ന സമയത്ത് ചെന്നിട്ട് ഞാൻ സ്പീക്കറാണ്. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. എന്നിട്ട് പറയുന്ന കേസ് കൊടുത്തിട്ടുണ്ട്, മറ്റേത് കൊടുത്തിട്ടുണ്ടെന്ന്. എന്തിനാണ് നിങ്ങൾ ഈ കേസ് കൊടുക്കാൻ പോകുന്നത്? മധു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഒരു നേരത്തെ ആഹാരം കട്ടെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യനെ തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ കേരളം. അന്നും നിങ്ങളെപ്പോലുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവസാനത്തെ മരണമാണ് ജാതിയുടെ പേരിലെന്നും പറഞ്ഞുകൊണ്ട്. അതിനുശേഷം എത്ര ജാതി മരണങ്ങൾ നടന്നു ഇവിടെ. ഇപ്പം നിലവിൽ നമ്മുടെ നിതിൻ എന്ന് പറഞ്ഞ ആ പയ്യൻ ഒന്ന് ആലോചിച്ച് നോക്കണം. അവൻ്റെ എന്തൊക്കെ സ്വപ്നങ്ങളും എന്തൊക്കെ പ്രതീക്ഷയുമായി അവൻ കോളേജിൽ പഠിക്കാൻ ചെന്നത്. അവൻ്റെ ജീവിതമാണ് ഇല്ലാതാക്കിയത് ഒരു നിമിഷം കൊണ്ട്. ഒരു നിമിഷം കൊണ്ട് അവൻ്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ ആ ഒരു നിമിഷം കൊണ്ടല്ല അവനിത് തീരുമാനമെടുത്തത്. അവനെ ആ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ആ തെമ്മാടിയായ ആ ക്രിമിനൽ, ആ നാറി എന്ന് തന്നെ പറയണം അവനെ. അവൻ ജാതി എന്നുള്ള രീതിയിൽ ആ പയ്യനെ ക്ലാസ് റൂമിൽ വെച്ച് അപമാനിച്ചിട്ടുണ്ട് പല തവണ. സഹ വിദ്യാർത്ഥികൾ വരെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ജാതി വെറിയാണെന്ന്. ഇതുപോലുള്ള തെമ്മാടികൾക്ക് കഠിന ശിക്ഷ തന്നെ കൊടുക്കണം, ജാമ്യം പോലും കൊടുക്കരുത്. സത്യത്തിൽ നമ്മൾ ജനങ്ങൾ വെറും പൊട്ടന്മാരാണ്, കഴുതകളാണ്. നമ്മൾ ഒറ്റക്കെട്ടായി ഒറ്റ രീതിയിൽ നിൽക്കാന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇവിടെ ജാതിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരു കൊലപാതകവും നടക്കത്തതുമില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തുമില്ല. ഇവിടുത്തെ താഴ്ന്ന ജാതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെയും ഉപദ്രവിക്കത്തതുമില്ല. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതും കേട്ട് നമ്മൾ വിഴുങ്ങുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ പല കൊലപാതകങ്ങളും നടക്കുന്നത്. എന്തിനാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് പോലുള്ള എല്ലാ ഡോക്യുമെന്റ്സിലും ജാതി മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത്? അതൊക്കെ എന്താണ് ഒഴിവാക്കാത്തത്? നിങ്ങളത് ഒഴിവാക്കാൻ ശ്രമിക്കാദ്യം. അതെന്തുകൊണ്ട് നടക്കുന്നില്ല? കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ തന്നെയാണ് ഭരിക്കുന്നത് ഇവിടെ. നിങ്ങൾക്ക് ആ പറയുന്ന ജാതി എന്ന് പറയുന്ന ഒരു മെൻഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ വീട്ടിൽ വന്ന അമ്മയുടെ കണ്ണുനീര് തുറയ്ക്കുന്നത്? ഇനി ആ പയ്യൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഫണ്ട് പിരിച്ച് അതിനകത്തുനിന്ന് പകുതി അടിച്ചു മാറ്റാൻ വേണ്ടിയാണോ ഇനി നിങ്ങൾ നോക്കുന്നത്? ഒരു തവണ ഒരു ഇതുപോലെ ചെയ്യുന്ന ഒരുത്തൻ ഒരു ശിക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുത്തനും ജാതിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരു കൊലപാതകം ഇവിടെ നടത്തത്തില്ല. അവൻ്റെ പ്രതീക്ഷകളാണ്, അവൻ്റെ സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കി കളഞ്ഞത് ആ പിഞ്ചു കുഞ്ഞിൻ്റെ. നാളെയും ഇതുപോലെ ഒരുപാട് നിതിൻ രാജും ഒരുപാട് മധുകൾ ഇനിയും ഉണ്ടാവും. അന്ന് നിങ്ങളൊക്കെ വന്ന് 10 വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഇതുപോലെ കുറേ മീഡിയക്കാരെ വിളിച്ചു വരുത്തി ഒരു വീഡിയോ എടുക്കും, കടയുന്ന രംഗങ്ങൾ എടുത്ത് ചിത്രീകരിച്ചിട്ട് ഒരു ഇമോഷണൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊടുക്കും. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതിനെ പറ്റൂ, ഇതല്ലാതെ മാറ്റത്തതുമൊന്നുമല്ല, ഇതൊന്നും മാറത്തതുമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ ഈ സംസ്ഥാനം ഭരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ജാതി എന്നുള്ള രീതിയിൽ ഇതുപോലുള്ള തെമ്മാടികളെ കരിങ്കൽ തടവിൽ തന്നെ ഒരു 10-15 വർഷം നിർത്താമായിരുന്നു. എന്തുകൊണ്ട് നിർത്തുന്നില്ല? മധുവിനെ കൊലപ്പെടുത്തിയവന്മാർ ഇന്നും നെലിഞ്ഞു തിരിച്ച് നടക്കുന്നുണ്ട്. അവനെയൊക്കെ നിർത്താതെ തിരിച്ച് കയറ്റി അവനെയൊക്കെ ജയിലിൽ ശിക്ഷ കൊടുത്തു തന്നെ നിങ്ങൾ ചെയ്തു നോക്ക്. ഒരുത്തനും പിന്നെ ഈ പരിപാടി കാണിക്കത്തില്ല. പഴയ കാലമൊന്നുമല്ല, രാജഭരണമൊന്നുമല്ല ഇവിടെ ജാതി നോക്കി വെള്ളം കൊടുക്കുന്നതും പിച്ച കൊടുക്കുന്നതൊന്നും. ഇന്ന് ഈ കേരളത്തിൽ എല്ലാവർക്കും ഒരേ റെസ്പെക്റ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ജാതി എന്നും പറഞ്ഞുകൊണ്ട് ഇതേപോലെ കാണിക്കുന്ന തെമ്മാടികളെ തല്ലിക്കൊല്ലിയ തന്നെ വേണം, അല്ലാതെ ഒറ്റ ഒരുത്തനും വെറുതെ വിടരുത്. അങ്ങനെയാണ് വേണ്ടത്. ഇതൊന്നും നിങ്ങൾക്കാർക്കും മനസ്സിലാവത്തില്ല. പെറ്റ തള്ളയ്ക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ.